കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3.5 പതിറ്റാണ്ടിനിടയിലെ മികച്ച പോളിംഗാണ് രേഖപ്പെടുത്തിയത്. അന്തിമ കണക്കനുസരിച്ച് 78.2% വോട്ടർമാർ വോട്ടുകുത്തി. ഉയർന്ന പോളിംഗ് കോഴിക്കോട് ജില്ലയിലും കുറവ് പത്തനംതിട്ട ജില്ലയിലുമാണ്. 45 മണ്ഡലങ്ങളിലും 80%-ലധികം പേർ വോട്ടുകുത്തി. വിവരങ്ങളുമായി ഹാൻസ് ആണ് ചെയ്യുന്നത്. ഹാൻസ്, നമുക്കറിയാം ഈ 1987 ശേഷം ഏറ്റവും ഉയർന്ന ഒരു പോളിംഗ് ആണ് ഇത്തവണത്തേത്. ഇനി ആ വിധിക്കായുള്ള കാത്തിരിപ്പാണ്. ഇന്നലത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അഞ്ജലി പറഞ്ഞതുപോലെ തന്നെയാണ്. 39 വർഷങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. 78.27% ഇന്നലെ അവസാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കേരളത്തിലെ പോളിംഗ് ശതമാനം. അതിൽ തന്നെ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, 81.36. കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്, 70.76% പത്തനംതിട്ടയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. അതേസമയം ഏറ്റവും കൂടുതൽ ഈ പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങളിലൊന്ന് ചിറ്റൂർ മണ്ഡലമാണ് നിലവിൽ ഒന്നാം സ്ഥാനത്തുള്ളത്. ചിറ്റൂർ രേഖപ്പെടുത്തിയത് 84.63%. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഇതിപ്പോൾ നിലവിൽ ഇത് അന്തിമ കണക്കല്ല, ഈ പോസ്റ്റൽ ബാലറ്റ് വോട്ടുകൾ അടക്കമുള്ളതിൻ്റെ കണക്കുകൾ കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഇന്ന് ഉച്ചയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഇന്നലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ കണക്ക് ഇന്ന് ഉച്ചയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വോട്ടെടുപ്പിൻ്റെ അന്തിമ പോളിംഗ് ശതമാനം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലമായി വരും എന്നുള്ള സംശയത്തിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. കാരണം വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതുകൊണ്ടാണ് ജനങ്ങളെല്ലാവരും തന്നെ വോട്ട് ചെയ്യാൻ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിയത് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. പക്ഷേ അതേസമയം താഴെത്തട്ടിലുള്ള കേഡർ വോട്ടുകളടക്കം എല്ലാം തന്നെ കൃത്യമായി വോട്ട് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത് എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. ഈ ശക്തി കേന്ദ്രങ്ങളിലടക്കം വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിച്ചത് തങ്ങളുടെ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള കാരണമായി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ NDA ക്യാമ്പുമുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയാണോ കാരണം എന്നുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് അന്തിമ കണക്ക് വന്നാൽ മാത്രമായിരിക്കും മനസ്സിലാക്കാൻ കഴിയുക. പിന്നീട് മറ്റൊരു കാര്യം, ഈ SIRമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SIRൻ്റെ നടപ്പിലാക്കിയത് ഈ പോളിംഗ് ശതമാനം ഉയരാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറവ് വോട്ടർമാരാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ SIR ആണോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വലിയ രീതിയിലേക്ക് വോട്ടർമാർ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് എത്തിയതാണോ എന്നുള്ള കാര്യത്തിലും ഈ അന്തിമ കണക്ക് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അതിലൊരു വ്യക്തത വരികയുള്ളൂ. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് 2.75 കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ തന്നെ 2.9 കോടി പേരാണ് അന്ന് വോട്ട് ചെയ്തത്. പക്ഷേ ഇത്തവണ 2.71 കോടി വോട്ടർമാർ മാത്രമായിരുന്നു പട്ടികയിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 3,60,000-ലധികം ആളുകൾ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്ന വോട്ടർമാരെക്കാൾ കൂടുതൽ വോട്ടർമാർ ഇത്തവണ എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ പേർ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു മെച്ചപ്പെട്ട പോളിംഗ് ആണോ ഇത്തവണത്തേത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മുന്നണികളെല്ലാം കൂട്ടിയും കിഴിച്ചും എല്ലാം നിൽക്കുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ ഈ ബൂത്തുകൾ അടിസ്ഥാനത്തിലുള്ള അന്തിമ കണക്ക് വന്നതിന് ശേഷമായിരിക്കും ഈ സീറ്റുകളുടെ അടക്കമുള്ള അവകാശവാദത്തിലേക്ക് മുന്നണികൾ എത്തുക. അഞ്ജലി, ഹാൻസ്, ഇതിലെ ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നമ്മൾ ഒരുപാട് നാടകീയ രാഷ്ട്രീയ രംഗങ്ങൾ കണ്ടു, സംഘർഷങ്ങൾ കണ്ടു. പിന്നെ ഈ തിരഞ്ഞെടുപ്പുമായി അടുത്ത് തന്നെ ചില വിവാദങ്ങൾ കൂടി ഉയരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. കിറ്റ് വിവാദം, പണം വ്യാപകമായി NTയുടെ ഭാഗത്തു നിന്ന് ഒഴുകുന്ന ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നായിരുന്നു. ഇതെല്ലാം തിരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ തന്നെ ബാധിക്കില്ലേ? തീർച്ചയായും അഞ്ജലി, ഈ NDയെ സംബന്ധിച്ചിടത്തോളം അവരുടെ A ക്ലാസ് മണ്ഡലങ്ങൾ ഒരുപാടുണ്ട് സംസ്ഥാനത്ത്. അതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതാണ് പാലക്കാട് മണ്ഡലം. പാലക്കാട് മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനാണ് NDയുടെ സ്ഥാനാർത്ഥി. ശോഭയ്ക്ക് ഒരു മുൻതൂക്കം എപ്പോഴും ആ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. പക്ഷേ ആ സമയത്താണ് NDയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഈ പണം വോട്ടർമാർക്ക് നൽകുന്ന വിവാദവും അതിനോടനുബന്ധിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്നത്. അതിനോട് സമാന്തരമായി തന്നെ തൃശ്ശൂർ ജില്ലയിലും മറ്റിടങ്ങളിലുമെല്ലാം വ്യാപകമായ രീതിയിൽ
BJP പണമൊഴുക്കുന്നു, മദ്യം നൽകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ലഭിച്ചിരുന്ന ഒരു മുൻതൂക്കം നഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തതയൊക്കെ വരേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല. ഈ പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 80% വോട്ടിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആർക്കാണ് അനുകൂലമായി വരാൻ പോകുന്നത് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. വലിയ രീതിയിൽ പോളിംഗ് നടന്നതുകൊണ്ട് തന്നെ അത് UDF ക്യാമ്പിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നു. പക്ഷെ അപ്പോഴും ഈ LDF ക്യാമ്പും അത് തള്ളുന്നില്ല. കാരണം പുതിയൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വോട്ടാണോ ഈ പോളിംഗിലേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ NDA ക്യാമ്പിലാണെങ്കിലും LDF ക്യാമ്പിലാണെങ്കിലും UDF ക്യാമ്പിലാണെങ്കിലും ഈ വിവാദങ്ങൾ ചർച്ചയായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അഞ്ജലി. ശരി ഹാൻസ്, അങ്ങനെ ഇനി ജനവിധിക്കായുള്ള കാത്തിരിപ്പാണ്.